ബ്രിഗ് നോർത്ത് ഷോർപ്പ്ഷെയർ എന്ന കൗണ്ടി ഇംഗ്ലണ്ടിലെ അതിമനോഹരമായിട്ടുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു വെസ്റ്റ് മിഡ്ലാൻഡ്സ് കൗണ്ടിയാണ് ഷോർപ്പ്ഷെയർ. ലണ്ടൻ നിന്ന് പുറപ്പെട്ട മണ്ടന്മാർ ലണ്ടനിൽ നിന്നുള്ള വാചകം തിരിച്ചിട്ടതേ ഉള്ളൂ. ഞങ്ങൾ ഇത്തവണ പോകാനായിട്ട് ഉദ്ദേശിച്ചത് വെയിൽസിലെ ഒരു റിമോട്ട് ഏരിയ, ഭയങ്കര റിമോട്ടായിട്ടുള്ള ഏരിയയ്ക്ക് കാടിനകത്തുള്ള ഒരു വീടിനകത്തേക്ക് ഞങ്ങൾ അവിടെ ഒരു ബോയ്സ് ട്രിപ്പ് പോലെ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിറങ്ങിയതായിരുന്നു. നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഇതിന് മുമ്പ് കണ്ടിട്ട് രാത്രി മുമ്പത്തെ റീലുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ ഇറങ്ങിയ വഴിക്ക് പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കയറി പോവാം. കാരണം വളരെ കാര്യമായിട്ട് ഇംഗ്ലീഷ് ട്രാഫിക് അങ്ങോട്ട് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ പ്രത്യേകത എന്നൊന്ന് അറിഞ്ഞു പോകാം എന്ന് പറഞ്ഞ് കയറിയതാണ് ഈ ഗ്രാമത്തിൽ. ബ്രിഗ് നോർത്ത് ഹൈ ടൗൺ എന്നും ലോ ടൗൺ എന്നും വേർതിരിക്കപ്പെട്ട ഒരു കുഞ്ഞു ഗ്രാമം. അതിന് നടുക്കോടെ റിവർ സേൺ എന്ന് പറഞ്ഞ നദി ഒഴുകുന്നു. ഹിറ്റ്ലർ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ നാസി ജർമ്മനി പടയെ വെച്ചുകൊണ്ട് ഓപ്പറേഷൻ സീ ലയൺ എന്നുള്ള ഇൻവേഷൻ പ്ലാൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ബ്രിട്ടൻ കീഴടക്കുകയാണെങ്കിൽ എവിടെയായിരിക്കണം തൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഹിറ്റ്ലർ നിശ്ചയിച്ചായിട്ട് പറയപ്പെടുന്ന സ്ഥലമാണിത്. അതിന് കാരണം ഇത് ഏതാണ്ട് ഈ ഇംഗ്ലണ്ടിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ പറഞ്ഞ സ്ഥലം ഇരിക്കുന്നത്. പിന്നെ ഭയങ്കര ഒരു റൂറൽ സീക്രസി കൊടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഭയങ്കര മൊത്തം വുഡായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന, എന്നാൽ വളരെ പൊക്കത്തിലൊരു വലിയ സിംഹാസനം പോലത്തെ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട്, ഒരു കോട്ടപ്പുറത്തുള്ളത്തിൽ ഇരുന്നുകൊണ്ട് താഴോട്ട് മുഴുവൻ വീക്ഷിക്കാൻ പറ്റുന്ന, ആർക്കും പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റാത്ത, എന്നാൽ റെയിൽവേ കണക്ഷൻസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലം. റെയിൽവേ കണക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ സ്ഥലമാണ് റെയിൽവേ ഹിസ്റ്ററി ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നുണ്ട്. വായിക്കുന്നു, അത് ലണ്ടനിലോ മാഞ്ചസ്റ്ററിലോ അല്ല റെയിൽവേ ഹിസ്റ്ററി ഉണ്ടാകുന്നത്. 1808 റിച്ചാർഡ് ട്രെത്വിക് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആദ്യമായിട്ട് സ്റ്റീം ലോക്കോമോഷൻ എന്ന സംഭവം ഉണ്ട്. അതായത് നമ്മുടെ ഈ ആവി എഞ്ചിൻ എന്ന് പറയുന്ന സംഭവം, അത് ക്യാച്ച് മീ ഹൂ ക്യാൻ എന്ന് പറയുന്ന ആവി എഞ്ചിൻ ആദ്യമായിട്ട് ഇയാളാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ബ്രിഗ് നോർത്തിൻ്റെ ലോ ടൗണിൽ അത് ആദ്യം ഉണ്ടാക്കപ്പെടുന്നത്. ശേഷം അത് ലണ്ടനിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. അതൊരു സർക്കിൾ ട്രാക്ക് ഇത് ഓടിച്ച് കാണിക്കുന്നു എന്താണ് ഇതിൻ്റെ ഗുണമെന്നുള്ളത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഫെയർ പേയിങ് പാസഞ്ചർ ട്രെയിൻ എന്നൊരു കൺസെപ്റ്റ് തന്നെ ഇവിടെ ഉണ്ടാകുന്നതായിട്ട് പറയപ്പെടുന്ന അന്നാണ്. 1800-കളാണ് ഇത് പറയപ്പെടുന്നത്. ചെരിഞ്ഞ ഗോപുരം എന്നറിയപ്പെടുന്നൊരു സംഭവമുണ്ട്. ഹിറ്റ്ലർ വീഴ്ചയല്ല, ഇവിടുത്തെ ആഭ്യന്തര കലഹത്തിനകത്ത് ഇവർ തന്നെ വീഴ്ചയാണ്. എന്നായിരുന്നു പറഞ്ഞത്, പാർലമെൻറ്റേറിയൻസ് അന്നത്തെ സിവിൽ വാറിനകത്ത് ആ ഗ്രൂപ്പിനെ അറിയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിലുണ്ടായ ഇവരുടെ ആഭ്യന്തര കലഹങ്ങളിലൊന്നാണ്. അതിനകത്ത് ബ്രിഗ് നോർത്ത് കാസിലിൻ്റെ ഒരു ഭാഗം, അതായത് പിസാ ഗോപുരത്തെക്കാൾ ചെരിഞ്ഞതെന്നാണ് അറിയപ്പെടുന്നത്. 15 ഡിഗ്രി ചെരിഞ്ഞ് നിൽക്കുന്ന നോർമൻ കീപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോഴും ബാക്കിയുണ്ട്. അത് മനോഹരമായിട്ട് കാണാനായിട്ടുണ്ട്. പിന്നെ ക്ലിഫ് ഹിൽവേ എന്ന് പറയും. അതായത് നമ്മുടെ ഈ ലോ ടൗൺ എന്ന് പറയുന്ന റിവറിൻ്റെ താഴെ കിടക്കുന്ന സ്ഥലത്തു നിന്ന്, താഴ്വാരത്തു നിന്ന് നേരെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഇപ്പോഴും ആൾക്കാർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഒരെണ്ണം ക്ലിഫ് റെയിൽവേ എന്ന് പറയുന്ന സാധനമാണ്. കാസിൽ ഹിൽ റെയിൽവേ എന്ന് പറയും. 2 പൗണ്ട് വേണ്ടേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 2 പൗണ്ട് വേണ്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല എത്രയാണെന്നുള്ളത്, പക്ഷേ 2 പൗണ്ട് അത്ര എങ്ങോട്ട് ഉണ്ട്, എന്നാണ്ട് അത്ര അതിൽ കൂടുതലില്ല. ഇതൊരു സാധാരണ സ്ഥലത്ത് ഈ ഫെർണിക്കുലർ ട്രെയിൻ എന്ന് പറയുന്നത്, അതായത് മറ്റേ ഒരു സൈഡിൽ നിന്ന് വെള്ളം കയറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെയിറ്റ് കൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിക്കൊണ്ട് പോകുന്ന ഈ സംഭവം, അത് 200 സ്റ്റെപ്പോളം കയറുന്ന ഈ ടൈപ്പ് ചെയ്ത് നമ്മൾ നടന്ന് കയറുന്ന ആ അവസ്ഥയുണ്ടല്ലോ, താഴേന്ന് മുകളിൽ വരെ കയറാൻ വേണ്ടി 200 സ്റ്റെപ്പുണ്ട്. ഹൈ ടൗൺ എന്ന് പറഞ്ഞാൽ 100 അടി മുകളിലിരിക്കുന്ന ഒരു വലിയ ഒരു കുന്നിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ്, അല്ലെങ്കിൽ ഒരു ഏരിയയാണ്, ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ഒരു റെഡ് സാൻഡ്സ്റ്റോൺ പോലത്തെ ഒരു സ്ഥലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ചുടുകട്ട ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഴയ ബിൽഡിങ്ങുകളുടെ കളർ ആയിക്കോട്ടെ, അത് നമുക്ക് സാധാരണ ഇംഗ്ലണ്ടിൽ കാണാൻ പറ്റുന്നൊരു വസ്തുവല്ല. കാണാൻ വളരെ രസമുള്ളൊരു വസ്തുവാണ്. അപ്പോൾ ഈ 150 ഫീറ്റ് നടന്ന് താഴേന്ന് മുകളിൽ കയറുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടൊരു സംഭവമല്ല. അതിന് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളിലൊരെണ്ണമാണ്, വെള്ളത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഈ റെയിൽവേ പ്രവർത്തിക്കുന്നത്. അല്ല, ഇതിന് വേറെ സംഭവങ്ങളൊന്നുമില്ല. ഈ കാറുകൾക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇത് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഈ കുന്ന് കയറി നമ്മളെ മുകളിൽ കൊണ്ടാക്കും, അവിടെ നിന്ന് താഴോട്ട് വരും. അത് ഇവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര മാർഗ്ഗമാണ്, അല്ലാതെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന സംഭവമല്ല. ഒരു പുരാതന വില്ലേജ് ഒരു വഴിയിലേക്ക് തുറക്കുന്ന വാതിലുകളുമായിട്ട് നിൽക്കുന്ന വീടുകളാണ്. ഇപ്പോഴും വീടുകൾക്ക് മാറ്റമൊന്നുമില്ല. ഇതൊക്കെ വേണമെങ്കിൽ പൊളിച്ച് പണിയാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷേ പൊളിച്ച് പണിയാതെ തന്നെ ഒരു വഴിയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഗേറ്റ് വേകളായിട്ട് അല്ലെങ്കിൽ മെയിൻ എൻട്രൻസുകളായിട്ട് നിൽക്കുന്ന വീടുകൾ. ഇത് ഇംഗ്ലണ്ടിൻ്റെ അധികം വലിയ ഗ്രാമങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഒത്തിരി പഴയ ഗ്രാമങ്ങൾക്കകത്താവും, പ്രത്യേകിച്ചും ഹിസ്റ്റോറിക് ആയിട്ടുള്ള എന്തെങ്കിലും മോണുമെൻറ്റോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഗ്രാമങ്ങൾക്കകത്താണ് നമുക്ക് ഇതുപോലത്തെ സാധനങ്ങൾ കാണാൻ കഴിയും. പള്ളിയോട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചർച്ചുകളാണ്. 13-ാം നൂറ്റാണ്ടിലൊരു പള്ളിയാണ്. 13-ാം നൂറ്റാണ്ടിൽ പണിഞ്ഞ കാലത്ത് നിന്ന് പിന്നെ ഇത്രയും നാളുകൾ സർവൈവ് ചെയ്ത് ഇപ്പോഴും ഒരു കുഴപ്പവും കൂടെ ആ പള്ളി നിലനിൽക്കുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ ഗ്രാമർ സ്കൂളുകൾ, ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിലെ ഗ്രാമർ സ്കൂളുകൾ ഒരെണ്ണമായിരുന്നു. ഈ ചുറ്റുപാടും കാണുന്ന ആ ബിൽഡിങ്ങുകളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയാണ്.
ശേഷം ഗ്രാമർ സ്കൂളിൽ നിന്ന് മാറ്റി കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമായിട്ട് വന്നപ്പം. പക്ഷേ ഇപ്പോഴും എത്ര ചരിത്ര പ്രാധാന്യമുണ്ട് സ്ഥലം. 895 അതായത് 1900 ഒന്നും അല്ല പറയുന്നത്, 895 8-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ഗ്രാമത്തെക്കുറിച്ച് ആദ്യത്തെ റെക്കോർഡ് കിടക്കുന്നത്. സെൻറ്റ് ലിനാർഡ്സ് പാരിഷ് എന്ന് പറയും. വളരെ പഴക്കമുള്ള അതിമനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ട, അകത്തൊക്കെ കയറി കഴിഞ്ഞാൽ അയ്യോ നമ്മൾ ഡൽഹിയിലൊക്കെ ഉള്ള ആൾക്കാർ ലോട്ടസ് ടെമ്പിളിലൊക്കെ പോയിട്ടില്ലേ, ആ ഒരു മൂഡാണ് നമുക്കങ്ങ്. ഭയങ്കര ലെജൻഡറി ആയിട്ട് ഫീൽ ചെയ്യുന്ന, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, ഭയങ്കര കാംനെസ് ഫീൽ ചെയ്യുന്നൊരു എൻവയോൺമെൻറ്റ്. അത് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും അത്. പക്ഷേ ഞങ്ങൾ പോയ അന്ന് അൺഫോർച്ചുനേറ്റ്ലി പള്ളിക്ക് എന്താ പറയുക പരിപാടി എന്തായിരുന്നു. ഇവിടുത്തെ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്, വെറുതെ പള്ളി ഇട്ടുകൊണ്ട് ആരും ഇടിക്കത്തില്ല. പള്ളിയാണ്, അതിനകത്ത് ദിവ്യം ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വേറെ തന്നെ കൊടുക്കും എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. അന്ന് പള്ളിക്കകത്തൊരു പെയിൻറ്റിങ് എക്സിബിഷനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെയിൻറ്റിങ് എക്സിബിഷനൊക്കെ കണ്ടു, പള്ളിയുടെ ചുറ്റുപാടൊക്കെ ജസ്റ്റ് നടന്ന് കണ്ടു. പിന്നെ ആ പള്ളിക്ക് ചുറ്റുപാടുള്ള ആ സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് കുറേയേറെ വളരെ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ താമസിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ട്. റിച്ചാർഡ് ബക്സ്റ്റർ പോലത്തെ ആൾക്കാരുടെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അതൊരു ഗ്രാമർ സ്കൂളിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ്. പണ്ട് ഇവിടെ ഒരു ഗ്രാമർ സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനോട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ബിൽഡിങ്ങുകളും അവിടെ ആൾക്കാർ പിള്ളേർ താമസിച്ചിരുന്നതായിട്ടില്ല. ഗ്രാമർ സ്കൂൾ എന്താണെന്ന് അറിയാവുന്നവർക്ക് സംഭവം ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട്, അല്ലെങ്കിൽ അത്രയും ശാന്തമായിട്ടും അത്രയും പ്രധാനപ്പെട്ടായിട്ട് സൂക്ഷിച്ചൊരു സ്ഥലമായിരുന്നത്. അതിനുശേഷം ഗ്രാമർ സ്കൂളിൽ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഗ്രാമം മൊത്തം സത്യം പറഞ്ഞൊരു മ്യൂസിയമാണ്. നമ്മൾ ഇതുവഴി നടന്നാലും ഇതൊരു കോബിൾഡ് സ്ട്രീറ്റ്, മൊത്തം സ്റ്റോൺഡ് സ്ട്രീറ്റ്സ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമുള്ള പൂക്കളൊക്കെ ഇഷ്ടംപോലെ നിറച്ച് വെച്ച ഇഷ്ടം പോലെ ബൈക്കേഴ്സാണ്. ബൈക്കേഴ്സിനെ ഞാൻ മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്തവണ്ണം ബൈക്കേഴ്സ്, അതുപോലെ ബൈക്കേഴ്സ് എത്തുന്ന ഏരിയ. അതിന് പ്രധാന കാരണം ഈ ഷൂസ്ബറി അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ടുള്ള വെയിൽസിലോട്ടുള്ള പാത്തുകളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൈക്കേഴ്സിന് പറ്റിയ പാത്താണ്. നല്ല രസമാണ് പോകാൻ, നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ബൈക്ക് ട്രാക്കുകളാണ്, ട്രെയിലുകളാണ് ഇതെല്ലാം. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്ന വീഡിയോക്കകത്ത് ഞങ്ങളിതെല്ലാം പോയി കണ്ടില്ല, എല്ലായിടത്തും ഞങ്ങൾ കറങ്ങിയില്ല. കാരണം ഞങ്ങളുടെ റൂട്ട് വേറെയായിരുന്നു. ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് ഇറങ്ങിയിട്ട് പ്രധാനപ്പെട്ട 1-2 സാധനങ്ങൾ മാത്രം കാണുക, പ്രത്യേകിച്ച് പള്ളി ഞങ്ങൾക്ക് കാണണമായിരുന്നു. പിന്നെ ഈ ടൗൺ ഹാൾ എന്ന് പറയുന്നത് 1600 ഒരു ടൗൺ ഹാൾ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണണമായിരുന്നു. പിന്നെ ഒരു ഇറ്റാലിയൻ മാതൃകയിൽ ഉണ്ടാക്കിയ ഒരു ഹൈ സ്ട്രീറ്റാണത്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1600 മുമ്പ് തന്നെ ഈ ടൗൺ ഹാളുണ്ട്. ഈ പറയുന്ന വലിപ്പത്തിലും, ഈ കാണുന്നതാണ് ടൗൺ ഹാൾ, ഈ പറയുന്ന വലിപ്പത്തിലും ഈ പറയുന്ന പൊക്കത്തിലും ഒന്നും അല്ലെങ്കിലും ഈ ടൗൺ ഹാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു എല്ലാ വ്യാപാരങ്ങളും, ആൾക്കാർ കച്ചവടത്തിന് വരുന്നതും, ഫാർമേഴ്സ് മാർക്കറ്റൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ അതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നതൊരു ചില ദിവസങ്ങളിൽ മാത്രമേ മാർക്കറ്റുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ പാർക്കിങ്ങൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിലും അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ബിൽഡിംഗ് ഇപ്പോഴും ഇവർ സൂക്ഷിക്കുന്നുണ്ട് ഇവിടെ. ഇംഗ്ലീഷുകാർ അവരുടെ സ്വന്തം കൺട്രിയുടെ ഏറ്റവും വലിയ അഭിമാനങ്ങളുള്ളതാണിത്. നമ്മൾ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ തൃശ്ശൂർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ പറയുമ്പോൾ നമ്മൾ ഒരു ഓൾഡസ്റ്റ് ടൗണുകളിലൊന്നാണ് നമ്മുടെ നാട്ടിലെ. അതുപോലെ തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഇവരുടെ ഓൾഡസ്റ്റ് ടൗണുകളിലൊന്നാണിത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക, നമ്മുടെ നാട്ടിലെ എവിടെയെങ്കിലും നമുക്ക് 10-ാം നൂറ്റാണ്ടിന് പുറകോട്ടുള്ള ഒരു ഗ്രാമത്തിൽ പോയി നിൽക്കുന്നതിന് പറയാൻ മാത്രം നമ്മുടെ നാട്ടിൽ എവിടെയും പറയാനുണ്ടോ? അല്ലെ വളരെ കുറച്ച് സ്ഥലങ്ങളെ നമുക്ക് അങ്ങനെ പറയാനുള്ളൂ. ഇവർക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ അങ്ങനെ പറയാനുണ്ട്. ഇതിനകത്ത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്ഥലങ്ങളിലൊരെണ്ണമാണ് ഈ പറയുന്ന ബ്രിഡ് നോർത്ത്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇത് ഞങ്ങളുടെ ഒരു ക്വിക്ക് യാത്ര ഞങ്ങളത് വിവരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ടൗൺ ഹാൾ മറ്റുള്ള സാധനങ്ങളെല്ലാം ജസ്റ്റ് ഞാൻ ഓടിച്ച് കാണിച്ചു. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഗ്രാമത്തെക്കുറിച്ച് കൂടുതൽ കാണണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു വോക്ക് ടൂറുണ്ട്. അതായത് ഈ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു കസ്റ്റംസിലൊരെണ്ണമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റഡ് വിഷയങ്ങളിലൊരെണ്ണമാണ്. ഈ പ്രായമായവർക്ക് അവർക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളെല്ലാം നടന്ന് ഷൂട്ട് ചെയ്ത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അങ്ങനത്തെ ചാനലുകളുണ്ട്. അപ്പോൾ അത്തരം ഒരു ചാനലുകൾക്ക് ഫേമസ് ആയിട്ടൊരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ പുള്ളിയുടെ റിച്ചാർഡ് ബോബ്സ് എന്ന് പറയും, അപ്പോൾ bobs.com നമ്മളുടെ പേര്. പുള്ളിയുടെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. പുള്ളി ഈ ഗ്രാമം നടന്ന് കാണുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലം മുഴുവൻ കാണാം. ബട്ട് ആ വാലിയിലോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടുന്ന് നടന്ന് ആ കാണുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ പറയുന്ന വീഡിയോയ്ക്കകത്ത് കാണുന്ന ലൊക്കാലിറ്റി എവിടെയോ ഇരിക്കുന്ന വിർച്വൽ വ്യൂ ആയിട്ട് എൻജോയ് ചെയ്യേണ്ടതല്ല. നിങ്ങൾ ഇംഗ്ലണ്ടിലാണ് അല്ലെങ്കിൽ UK നിങ്ങൾ താമസിക്കുന്നെങ്കിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം ഈ സ്ഥലം എന്ന് ഞാൻ പറയും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ലണ്ടൻ പോലത്തെ ഒരു സ്ഥലം പ്രതീക്ഷിച്ചുകൊണ്ട് പോകരുത്. അല്പം ഹിസ്റ്ററിക്കകത്ത് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്പം ഇംഗ്ലീഷ് കൾച്ചർ അല്ലെങ്കിൽ ഹെറിറ്റേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പുള്ള കൺട്രി സൈഡ് താല്പര്യമുണ്ടെങ്കിൽ എങ്കിൽ മാത്രം പോവാം. നമ്മുടെ ഈ പോസ്റ്റ് കാർഡിനകത്ത് കാണുന്ന പണ്ടത്തെ നമ്മുടെ നോട്ട്ബുക്കുകളുടെയൊക്കെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന ഫോട്ടോസൊക്കെ ഇല്ലേ, ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള വിൻഡോസിൻ്റെയൊക്കെ പണ്ടത്തെ സ്ക്രീൻ സേവർ പോലത്തെ ഐറ്റമൊക്കെ, എൻ്റെ ഡെസ്ക്ടോപ്പ്
പിക്ചർ പോലത്തെ സാധനങ്ങളൊക്കെ അതുപോലത്തെ ടൈപ്പിലുള്ള വ്യൂ ഉള്ള ഒരു ഗ്രാമം. അധികം വലിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ടൈപ്പിലുള്ള സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് പോരുത്. ഒരു ഇംഗ്ലീഷ് കൾച്ചറിനകത്ത് നിന്നാൽ അവരുടെ പബ്ബുകൾക്കകത്തും പഴയ പബ്ബുകൾക്കകത്ത് കയറിയിട്ട് കഴിക്കാൻ മാത്രമൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവുക. നിങ്ങൾക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങളുടെ കാഴ്ചയ്ക്ക് വേണ്ടി വിട്ടുതരുന്നു. താങ്ക് യു.